സാധാരണ ഞാൻ കസേരയിൽ ഇരിക്കുമ്പം സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പം എഴുന്നേക്കാം എന്നുള്ള രീതിക്കായിരിക്കുന്നത്. മാതാവിൻ്റെ പേരായിട്ടപ്പോൾ ഞാനങ്ങ് നിവർന്നൊക്കെ അങ്ങോട്ട് ഇരുന്നു. കാരണം മാതാവിനോട് പറയാൻ പോകാമല്ലോ, അപ്പോൾ വൃത്തിയായിട്ടൊക്കെ പറയണ്ടേ. അങ്ങനെ ഞാനങ്ങ് ചിരിച്ച് സന്തോഷിച്ച് നിവർന്നിട്ട് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉപ്പ് ഞാൻ അങ്ങോട്ടങ്ങ് വിതറി. പിന്നെ എനിക്ക് അങ്ങ് ഫുൾ കോൺഫിഡൻസ്. എന്നോട് എന്ത് ചോദിച്ചാലും ഞാനങ്ങ് മണിമണി പോലെ അങ്ങ് ആൻസർ പറയാം. അപ്പോൾ പുറത്ത് നിൽക്കുന്ന കൊച്ചുങ്ങൾക്കൊക്കെ കേൾക്കാം. ഞാനിങ്ങനെ ആവേശത്തിൽ അങ്ങ് ഒച്ചത്തിൽ പറയുക. എനിക്ക് കിട്ടിയ 2 ക്യൂ കാർഡും ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തത് എനിക്ക് കിട്ടിയ. അങ്ങനെ ആർക്കും കിട്ടാറില്ല റിപ്പീറ്റഡ് ആയിട്ട്. കാരണം അത് കോമൺ ആണ്. ആ ക്യൂ കാർഡ് അങ്ങനെ കോമൺ ആയിട്ടുള്ളതൊന്നും കിട്ടത്തില്ല. എനിക്ക് കോമൺ ആയിട്ടുള്ളതാണ് 2 എണ്ണം കിട്ടിയ. അതുകൊണ്ട് എനിക്ക് 3 മിനിറ്റ് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. കാരണം അതെനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. എന്ത് ആ ക്യൂ കാർഡിൽ നിന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അറിയാം. ഞാനതങ്ങ് പറയാം. പിന്നെ എൻ്റെ ഒരു പ്രശ്നം, ക്യൂ കാർഡ് 5 മിനിറ്റ് തീർക്കണം. 5 മിനിറ്റ് ആയോ ഇല്ലയോ എന്ന് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്ത വരുമ്പം ഞാൻ നിർത്തി കളയും. അപ്പം എനിക്ക് വിക്ക് വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഇനി എന്ത് പറയണോ ഞാൻ ഇങ്ങനെ വിൽക്കും. പക്ഷേ എൻ്റെ മുന്നേ ഇരുന്ന ആ മാതാവ് എനിക്ക് 5 മിനിറ്റ് ആവാറായെന്ന് എനിക്കിങ്ങനെ ടൈം തിരിച്ചിട്ട് 5 ആവാറായിട്ടോ ഇപ്പം നിർത്തണം എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പം ഞാൻ മനസ്സിലായി. ഗിരികളിൽ കണ്ണുകളുയർത്തി ഞാനോതും, എവിടെയാണ് എൻ്റെ സഹായം? ഗിരികളിൽ കണ്ണുകളുയർത്തി ഞാനോതും, എവിടെയാണ് എൻ്റെ സഹായം? വരുമെൻ സഹായം ഉലകമാകാശം ഇവയുളവാക്കിയ നിന്നാൽ. വരുമെൻ സഹായം ഉലകമാകാശം ഇവയുള